ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് പ്രീമിയം കാർസിനെ പറ്റിയൊരു സീരീസ് ആണ്. അപ്പൊ നമ്മൾ ഈ കിടക്കുന്നത് ജീപ്പ് റാംഗ്ലർ ആണ്. അപ്പൊ ഈ ഒരു ജീപ്പ് അല്ലെങ്കിൽ ഈ ഒരു ജീപ്പ് വണ്ടി നിങ്ങൾക്ക് എപ്പോൾ വാങ്ങാം. അതായത് നോർമലായിട്ട് സാലറി മേടിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപ സേവ് ചെയ്താൽ ഇതുപോലൊരു ജീപ്പ് റാംഗ്ലർ നിങ്ങൾക്ക് വാങ്ങാന്നുള്ളത്, എങ്ങനെ വാങ്ങാം, അതിന്റെ പ്ലാൻ എത്ര സേവ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പൊ വേഗം തന്നെ വീഡിയോ കാണാനായിട്ട് വീഡിയോ ഷെയർ ചെയ്യുക, സേവ് ചെയ്യുക ആൻഡ് പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇനിയും ഒരുപാട് കാർസിന്റെ നിങ്ങൾക്ക് എങ്ങനെ വാങ്ങാന്നുള്ളതിന്റെ പ്ലാൻ അടക്കം, സേവ് ചെയ്യാനുള്ള പ്ലാൻ അടക്കം നമ്മളിത് പറയും. അപ്പൊ നിങ്ങൾ എത്ര നാൾക്ക് ഈ കാറാണെങ്കിൽ ഒരു 5 വർഷത്തിനുള്ളിൽ നിങ്ങൾ എങ്ങനെ വാങ്ങും, അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമ്മളിതിൽ പറയുന്നുണ്ട്. അപ്പൊ ജീപ്പ് റാംഗ്ലർ ആണ് നമ്മൾ ഇന്ന് ഇതിനെ പറ്റിയാണെന്ന്, ഈ ഒരു വണ്ടിയെ പറ്റിയാണെന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം ഇത് എങ്ങനെ വാങ്ങുന്നുള്ള പ്ലാൻ നമ്മളിതിൽ പറയാം. അപ്പൊ വീഡിയോ ഫുൾ ആയിട്ട് കാണും. ഈ ഒരു റാംഗ്ലർ എന്ന് പറയുന്നത്, ജീപ്പ് റാംഗ്ലർ എന്ന് പറയുന്നത് 2021 മോഡലാണ്. 50,000 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ വണ്ടി, അൺലിമിറ്റഡ് 2.0 പെട്രോൾ ലിറ്റർ ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടി 2021 മോഡലാണ് വരുന്നത്. അപ്പോൾ ഈ വണ്ടി നോക്കി കാണാം, നിങ്ങൾക്ക് ഒരു ഗ്രേ കളറാണ് വണ്ടി വരുന്നത്. അലോയ്സ് ഒക്കെ നല്ല സൂപ്പർ അലോയ്സ് ഉണ്ട്, വലിയ ടയറും സംഭവങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ വണ്ടി കമ്പനി സർവീസസ് ആയിട്ടുള്ള ഫുള്ള് കമ്പനി സർവീസുള്ള വണ്ടിയാണ്. അതുപോലെ തന്നെ ഇതാ നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ വണ്ടിയുടെ ഈ റൂഫ് എന്ന് പറയുന്നത് റിമൂവബിൾ ചെയ്യാൻ പറ്റുന്ന റൂഫാണ്. നമുക്ക് ഊരി വെച്ച് ചെയ്യാം. മറ്റേ സോഫ്റ്റ് ടോപ്പ് അല്ല, ഈ ഒരു റൂഫ് ഊരി മാറ്റാൻ പറ്റുന്ന ആ ഒരു ടൈപ്പ് വണ്ടിയാണ്. ഇതാ ബാക്ക് ഭാഗമൊക്കെ നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് കവർ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബാക്കിൽ സീറ്റ് ഇതിന് കവർ ഇട്ടുണ്ട്. അങ്ങനെയാണ് വണ്ടിയുടെ വിശേഷങ്ങൾ വരുന്നത്. നല്ല നീറ്റ് കണ്ടീഷനിലുള്ള വണ്ടിയാണ്. ഈ വണ്ടിയൊക്കെ മേടിച്ച് നമ്മളിങ്ങനെ റൗണ്ടിൽ കൂടെ ഒക്കെ പോകുമ്പോൾ അയ്യോ അതിലേക്കും കൂടി വയ്യ, ഈ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് വേണം പോവാൻ. അങ്ങനെയാണ് അപ്പൊ വണ്ടിയുടെ രീതി. അപ്പൊ ഈ വണ്ടി എങ്ങനെ വാങ്ങുന്നുള്ളതിന്റെ പ്ലാനാണ് നമ്മൾ അടുത്തത് പറയാം. ഈ വണ്ടിയുടെ വിലയാണ്, അതായത് ഈ ഒരു 2021 മോഡലിൽ ജീപ്പ് റാംഗ്ലറിന്റെ വില വരുന്നത് ഏകദേശം 55 ലക്ഷത്തിന്റെ അടുത്താണ്. അപ്പോൾ ഈ ഒരു വിലയിൽ വരുന്ന വാഹനം നിങ്ങൾക്ക് നോർമലായിട്ട് സാലറി വാങ്ങുന്നത്, അല്ലെങ്കിൽ നോർമലായിട്ട് ഇപ്പോഴും സേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എപ്പോൾ വാങ്ങാം, അല്ലെങ്കിൽ ഏത് പ്ലാൻ അനുസരിച്ച് വാങ്ങാം, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ മന്ത്ലി ഒരു 10,000 വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാണ്. അതായത് ഇപ്പോൾ ഞാൻ പല പ്ലാനുകൾ പറയാറുണ്ട്, ഒരെണ്ണത്തിൽ മാത്രം, അതായത് ഇപ്പോൾ ഒരു ഫണ്ടിൽ മാത്രം ഇൻവെസ്റ്റ് പറയാറുണ്ട്. അല്ലെങ്കിൽ നമുക്ക് പക്ഷെ കൂടുതൽ ഫണ്ട് വേണം, വിത്ത് ഷോർട്ട് ടൈം ഓഫ് ആ ഒരു ടൈമിനുള്ളിൽ തന്നെ, എന്നാലാണ് നമുക്ക് നമ്മുടെ ഡ്രീം കാർ പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒരു 10,000 വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഒരു 60%, അതായത് 6,000 റുപ്പീസ് നമ്മൾ നിഫ്റ്റി 50യുടെ ഇതിൽ വരുന്ന മ്യൂച്വൽ ഫണ്ടിൽ ഇടുന്നു. പിന്നെ അതിലൊരു 30% നമ്മൾ മിഡ് ക്യാപ് കമ്പനീസ് ഉണ്ടല്ലോ, ആ ഒരു ടൈപ്പ് ഓഫ് കമ്പനീസിൽ വരുന്ന ഫണ്ടിൽ ഇടുന്നു. അപ്പോൾ നമുക്ക് ഗ്രോത്തും റിസ്ക്കും കൺട്രോളബിൾ ആയിരിക്കും. പിന്നെ വരുന്ന ഗോൾഡ് ETF ഒരു 10% ഗോൾഡ് ETFs ഇടുന്നു. ഗോൾഡ് ETFs നിങ്ങൾക്കറിയാം, ഇപ്പൊ ഗോൾഡിന് വില കൂടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഇതായതുകൊണ്ട് ഒരുപാട് പേര് ഗോൾഡിന്റെ ഈ ഒരു ETF എന്ന് പറയുന്ന ഈ ഒരു ഇക്വിറ്റി ട്രേഡഡ് ഫണ്ട് എന്നാണ് ഇതിനെ പറയുന്നത്. അതിൽ എക്സാക്ട് ലൈക്ക് നമ്മുടെ ഷെയർസിന്റെ പോലെയുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. അതിലിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അതിൽ നമ്മളൊരു 10% ഇടുന്നു, അവിടെ നല്ല ഗ്രോത്ത് കിട്ടും. അപ്പൊ ഏകദേശം 10 വർഷം നിങ്ങൾ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഏകദേശം 70 ലക്ഷത്തിന് മേലെ, ഒരു 70-75 ലക്ഷത്തിന്റെ അടുത്തായിരിക്കും നിങ്ങൾക്ക് ടോട്ടൽ ആയിട്ടുള്ള ഈ ഒരു 3 ഫണ്ടിലും കൂടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് നിങ്ങളൊരു ബൂമിങ് നിങ്ങൾക്ക് ഒരു 70 ലാഖാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പൊ ഈ വാഹനത്തിന് ആകെ 55 വരുന്നുള്ളൂ. പക്ഷെ നിങ്ങൾ ഇതേ വാഹനം തന്നെ ഒരു 5 വർഷം കഴിയുമ്പോൾ പിന്നെ എന്തായാലും ഇത്ര വില ഉണ്ടാവില്ലല്ലോ. അപ്പൊ നമുക്ക് ആ ഒരു 10 വർഷത്തിനുള്ളിൽ കിട്ടുന്ന ഫണ്ട് നമുക്ക് 5 വർഷം ഏകദേശം അതിന്റെ ഒരു 40 ലാഖിന്റെ അടുത്ത് നമുക്ക് ഉണ്ടാവും. അപ്പോഴായാലും നമുക്ക് ഈ വാഹനം വാങ്ങാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഇപ്പൊ പറയുന്നത്, നിങ്ങൾ സ്റ്റാർട്ട് ഇൻവെസ്റ്റിംഗ് നൗ. അതായത് വെറും 10,000 വെച്ച് നിങ്ങൾ ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ വാഹനം നിങ്ങൾക്ക് 5 വർഷത്തിനുള്ളിൽ തന്നെ വാങ്ങാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക, അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഇപ്പോഴേ ജോലി ചെയ്ത് ഏൺ ചെയ്യുന്ന ആളാണെങ്കിൽ സേവ് ചെയ്യാതെ മാത്രം പോരാ. സേവ് ചെയ്തുകൊണ്ട് നമുക്ക് കാര്യം, നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ നമ്മുടെ ഫണ്ട് ഗ്രോ ചെയ്യുള്ളൂ. അങ്ങനെയാണെങ്കിലാണ് നമ്മുടെ ഡ്രീംസ്, ഇതുപോലെയുള്ള ഡ്രീംസ് ഒക്കെ പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അപ്പോൾ ഈ വാഹനം നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് കാർ ക്ലബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രീമിയം കാർസിന്റെ ഷോറൂമാണ്. തൃശ്ശൂർ ഹൈവേയിൽ തന്നെ വരുന്നതാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ വീഡിയോ, ഈ ഒരു അവസരം തന്ന അവർക്ക് ഒരുപാട് നന്ദി. കാരണം അവരുടെ കയ്യിലുള്ള ഈ കാറാണ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ തന്നത്. അതുപോലെ തന്നെ ഈ ഒരു കാറ് നമുക്ക് വാങ്ങണമെന്ന് ആഗ്രഹമുള്ളവരായാലും, അതുപോലെ തന്നെ ഈ ഒരു പ്ലാൻ വെച്ച് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവരായാലും വേഗം തന്നെ താഴെ നമ്പറിൽ ഹായ് എന്ന് വാട്സ്ആപ്പ് ചെയ്താൽ നിങ്ങൾക്ക് അതിനുള്ള കമന്റ്സ് അല്ലെങ്കിൽ അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. ഒപ്പം തന്നെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട. കാരണം ഇങ്ങനെയുള്ള ഒരുപാട് പ്ലാൻസ് ആണ് നമ്മൾ ഈ ഒരു പേജിൽ ഇനി ഇടാൻ പോകുന്നത്. അപ്പൊ അതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പെട്ടെന്ന് ഡ്രീംസ് അച്ചീവ് ചെയ്യാം. അപ്പോൾ അടുത്ത വണ്ടിയായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.